നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെയൊക്കെ പടച്ച തമ്പുരാൻ ഞാനും എന്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ടെന്നോ ഞാനും എന്റെ മലക്കുകളും നോമ്പ് പിടിക്കുന്നുണ്ടെന്നോ അതുകൊണ്ടൊക്കെ നിങ്ങളും ഇതൊക്കെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, ഞാനും എന്റെ മലക്കുകളും ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ എന്റെ ഹബീബായ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. എങ്കിൽ അത്രത്തോളം മഹത്തായ ഒരു അമലിന്റെ പേരിലാണ് നാം ഓരോരുത്തരും ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. ഒരു സഹാബി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വരുമ്പോൾ ഹബീബായ റസൂലിന്റെ മുഖം സന്തോഷം കൊണ്ട് വല്ലാതെ പ്രശോഭിതമായിരിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു ഹബീബായ റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ മുഖത്തിന് ഇന്ന് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ട്, എന്തോ ഒരു വലിയ തിളക്കം താങ്കളുടെ മുഖത്തിന് ഞാൻ കാണുന്നുണ്ട്, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ. എന്താണ് ഹബീബേ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാര്യമുണ്ട്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. എന്ത് സന്തോഷ വാർത്തയാണ്? അല്ലാഹു തആല അറിയിക്കുകയാണ്, ആരെങ്കിലും താങ്കളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഹബീബായ മുത്തിന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ആ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയുടെ മേൽ ഞാൻ 10 സ്വലാത്ത് തിരിച്ചു ചൊല്ലും നബിയേ. അവർക്ക് 10 നന്മകൾ നൽകും, അവരുടെ 10 തിന്മകൾ മായ്ക്കപ്പെടും, അവർക്ക് 10 ദറജാത്തുകൾ ഉയർത്തപ്പെടും. ഈ ഒരു സന്തോഷ വാർത്ത ജിബ്രീൽ എന്നെ അറിയിച്ചു. ആ സന്തോഷത്തിലാണ് എന്റെ മുഖം പ്രശോഭിതമായി. സ്വലാത്ത് അത്രത്തോളം വലിയ ഒരു അമലാണ്. ഒരു ദിവസം ഒരു സഹാബി ഹബീബായ റസൂല് സുജൂദിലേക്ക് പോകുന്നതായി കണ്ടു. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് സംസാരിക്കാൻ വന്ന ആ സ്വഹാബി, പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലേക്ക് പോയി. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും അവിടുന്ന് തല ഉയർത്തിയില്ല. ആ സഹാബി ഭയപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടന്ന് വഫാത്തായിട്ടുണ്ടാകുമോ? ഒരുപാട് നേരം അദ്ദേഹം കാത്തുനിന്നു. കുറെ കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്തി. ആ സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് പോയിട്ട് ചോദിച്ചു, നബിയേ, എന്താണ് നബിയേ, താങ്കളുടെ ഈ സുജൂദ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സുജൂദിൽ തന്നെ താങ്കളുടെ റൂഹ് പിരിഞ്ഞു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്രത്തോളം വലിയ സുജൂദാണല്ലോ നബിയെ താങ്കൾ ചെയ്തത്. കാര്യം എന്താ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത് ശുക്റിന്റെ സുജൂദാണ്. എന്റെ പടച്ചവന്റെ മുന്നിൽ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്ത സുജൂദാണിത്. കാര്യമെന്താ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നിട്ട് സന്തോഷ വാർത്ത അറിയിച്ചു, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവരുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന അല്ലാഹുവിന്റെ സന്തോഷ വാർത്ത. അതിനാണ് ഞാൻ ശുക്റിന്റെ സുജൂദ് ചെയ്തത്. സ്വലാത്തിന്റെ മഹത്വങ്ങൾ നിങ്ങൾ എല്ലാ ആഴ്ചകളിലും കേൾക്കുന്നതായിരിക്കും. സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ആരെങ്കിലും ഒരു മജ്ലിസിൽ ഒന്നു ചേർന്നിട്ട് സ്വലാത്ത് ഒരു സ്വലാത്ത് പോലും ചെല്ലാതെ ആ മജ്ലിസിൽ നിന്ന് അവർ പിരിഞ്ഞുപോയാൽ ചത്തുപോയ ഒരു കഴുതയുടെ ശവത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് അവർ പിരിഞ്ഞുപോയതുപോലെയാണ്. അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ പ്രകാശമാകണം. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരുന്നതിന് കാരണമാകണം. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഓരോ ആഴ്ചയും ഇപ്രകാരം സ്വലാത്ത് നടക്കുന്നുണ്ട് എങ്കിലും, സ്വലാത്തിന്റെ വാർഷികം നടക്കുന്നുണ്ട് എങ്കിലും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് സ്വലാത്ത് ഉണ്ടാകണം. സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. ആരുടെ മുന്നിൽ എന്റെ പേര് പറയപ്പെട്ടിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിയില്ലയോ, അവൻ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് സ്വലാത്ത് വലിയ മഹത്വമുള്ളതാണ്. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നെ ബന്ധപ്പെടുന്ന സഹോദരന്മാരോട് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് നമുക്ക് നമ്മുടെ പരിപാടി വേണമോ, ഇന്നത് ഒഴിവാക്കുന്നുണ്ടോ, കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇല്ല, പരിപാടി ഉണ്ട്. സത്യത്തിൽ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇരിക്കുന്നത്. ഒരു സ്വലാത്തിന്റെ പേരിൽ, ഒരു മജ്‌ലിസായതിന്റെ പേരിൽ എന്തെങ്കിലും അരമുക്കാൽ മണിക്കൂർ പറഞ്ഞിട്ട് പോകണം. കാരണം നമ്മുടെ സമയം ഒരു 9:30 ഈ പരിപാടി തീർക്കണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഇനി അതിന് കഴിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരവും ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, അല്ലാഹു തആല അദ്ദേഹത്തിന് ഷഹാദത്തിന്റെ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹം ജീവിതകാലത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ നന്മകൾക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചു പോയെങ്കിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മനസ്സ് വല്ലാതെ വേദനിച്ചു. നമ്മളിന്ന് നിലകൊള്ളുന്ന കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ ഓരോ ജില്ലകളിലെയും മുസ്ലിമുകൾ വല്ലാതെ വേദനിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തെയും മുസ്ലിമുകൾ മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങളും. ഇന്ന് ഞാൻ കാസർഗോഡ് നിൽക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന 2-3 ഹൈന്ദവ സഹോദരങ്ങൾ പോലും എന്തവസ്ഥയാണ്. നമ്മുടെ ഒന്നും നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. വളരെ ബഹുമാനത്തോടു കൂടിയാണ് പള്ളി ഇമാമിങ്ങളെയും ഉസ്താദുമാരെയും നമ്മൾ കാണുന്നത്. ഉസ്താദെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ സഹോദരൻ സംസാരിച്ചത്. എന്നിട്ടും ഇത് എന്താണ്, ഈ നാട്ടിന് ഇതെന്താണ് പറ്റിപ്പോയത്? നാം അറിയേണ്ടത്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനം സംഭവിച്ചു പോയി എന്നതിന്റെ പേരിൽ നമുക്ക് വിഷമമുണ്ട്, നമുക്ക് അതിന്റെ പേരിൽ ദുഃഖമുണ്ട്. പക്ഷേ നാം ഒന്നറിയണം, നാം ദുഃഖിക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും നഷ്ടത്തിലേക്ക് പോയത് കൊണ്ടല്ല. ആ മരണപ്പെട്ട ഷഹീദ് റിയാസ് മൗലവി എന്ന ഉസ്താദ്, അദ്ദേഹത്തിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ലാഭം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് സന്തോഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കൊക്കെ ആ ചിത്രങ്ങൾ കണ്ടപ്പോഴൊക്കെ വല്ലാത്ത വിഷമം ഉണ്ടായി. പക്ഷേ നമ്മൾ അറിയണം, നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ മുന്നിലേക്ക് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. അതെ, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ദീനിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ശരീരം വികൃതമാക്കപ്പെട്ട നിലയിൽ ഒരു സ്വഹാബിയുടെ ജനാസ കൊണ്ടുവയ്ക്കപ്പെട്ടു. സഹാബാക്കൾക്കൊക്കെ വലിയ വിഷമമുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, പലരും എന്നെ തടഞ്ഞു, ആ ജനാസ ഞാൻ കാണരുത് എന്ന് പറഞ്ഞിട്ട്. ആ ജനാസയിലേക്ക് നോക്കരുത്, വല്ലാത്ത ഒരവസ്ഥയാണുള്ളത്, ശരീരമൊക്കെ വല്ലാതെ കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട്, നീ അത് കാണരുത്, നിനക്കതിന് സഹിക്കാൻ പറ്റില്ല, നിന്റെ കുടുംബക്കാരെ നീ അത് കാണിക്കരുത്. എല്ലാവരും എന്നെ തടഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. റസൂലുള്ള പറഞ്ഞു, കുഴപ്പമില്ല, കാണട്ടെ. ദീനിനു വേണ്ടി ഷഹാദത്ത് വരിച്ച കുടുംബക്കാരന്റെ ജനാസയല്ലേ, കണ്ടുകൊള്ളട്ടെ. ഞാൻ ആ ജനാസ കണ്ടു. ആ സ്വഹാബി പറയുന്നു, എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ ഈ രംഗം കണ്ടിട്ട് കരയാൻ തുടങ്ങി, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മൾ അറിയണം, നമുക്കിടയിൽ നിന്നൊരു സഹോദരൻ ഷഹാദത്ത് വരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരുൾപ്പെടെ കണ്ണീരിൽ കുതിർന്ന ദിനരാത്രങ്ങൾ തെള്ളി നീക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇപ്രകാരം ദീനിനു വേണ്ടി ഷഹാദത്ത് വരിച്ച ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവച്ച് ഉറ്റവരും ഉടയവരും അതിന്റെ പേരിൽ കണ്ണീരൊടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ ഈ പ്രദേശത്തിരുന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട്, ലോകത്തിന്റെ രാജ്യത്തിന്റെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരോട് എനിക്കറിയാം, അഫ്ദൽ ഖാസിമി കാസർഗോഡ് പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ, ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വികാരത്തിനല്ല നാം ഈ സമയത്ത് അടിമപ്പെടേണ്ടത്, വിവേകത്തിനാണ് നാം അടിമപ്പെടേണ്ടത്. കാരണം ഇപ്രകാരമുള്ള ശ്രമങ്ങളിലൊക്കെയുള്ള പള്ളിക്കുള്ളിലിട്ടൊരു മതപണ്ഡിതനെ കൊലപ്പെടുത്തുന്നതിലൂടെ, അതിനുശേഷം പള്ളിക്ക് കല്ലെറിയുന്നതിലൊക്കെയോടെ
കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഒരു കൂട്ടം വർഗീയ പരിവാരങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് നമുക്ക് വ്യക്തമായി അറിയാം. ഇവിടെയുള്ള ഹൈന്ദവ മുസ്ലിം മനസ്സുകൾക്കിടയിൽ വർഗീയത കുത്തി നിറച്ച് എന്തെങ്കിലുമൊക്കെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ ഇതിന്റെ പിന്നിൽ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടാകാം. അവിടെയൊക്കെ വിവേകത്തെ നാം മുറുകെ പിടിക്കണം. ഹബീബായ റസൂലിന്റെ കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി ഷഹാദത്ത് വരിച്ച ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവച്ചു കുടുംബക്കാരും ഉത്തവരും ഉടയവരുമെല്ലാം അതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുത്തുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ജനാസയെ തന്റെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉത്തവരോടും ഉടയവരോടും വിളിച്ചു പറഞ്ഞതെന്താ? അതേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിന്റെ ഉള്ളിലെ ഷഹാദത്ത് വരിച്ച ഷഹീദ് റിയാസ് എന്ന സഹോദരന്റെ കുടുംബക്കാരോടും നമുക്ക് വിളിച്ചു പറയാം. അല്ലാഹുവിന്റെ ഹബീബ് അവരോട് വിളിച്ചു പറയുകയാ, നിങ്ങൾ കരയരുതേ. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച രക്തസാക്ഷിയുടെ ഉത്തവരോടെ അവരെ കരയാൻ പാടില്ല. നിങ്ങൾ കണ്ണീരൊഴുക്കിയാലും കണ്ണീരൊഴുക്കിയില്ല എങ്കിലും, നിങ്ങൾ കരഞ്ഞാലും നിങ്ങൾ കരഞ്ഞില്ല എങ്കിലും നിങ്ങൾ അറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ആസാലത്തുൽ മലായികതു തുദില്ലുഹു ബിഅജ്ലിഹതിഹാ ഹത്താ റുഫിആ. ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ സഹോദരന്റെ ജനാസ, ആ ജനാസയെ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗത്തിലെ പച്ചപ്പറവകളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്തിന്റെ മാലാഖമാര് ഭൂമിലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് രക്തസാക്ഷിയുടെ കുടുംബത്തെ അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ചതെങ്കിൽ ഷഹീദ് റിയാസ് എന്ന സഹോദരന്റെ കുടുംബക്കാരോട് നമുക്ക് പറയാം, എന്തിന് വിഷമിക്കേണ്ടുന്നതുണ്ട് നാം, എന്തിന് കണ്ണീരൊഴിക്കേണ്ടുന്നതുണ്ട് നാം. അദ്ദേഹത്തിന്റെ റൂഹെന്ന് സ്വർഗത്തിലെ പച്ചപ്പറവയുടെ ശരീരത്തിനുള്ളിൽ കയറി പാറിപ്പറന്ന് രസിക്കുകയാണെങ്കിലോ, സ്വർഗം മുഴുവനും കണ്ട് രസിക്കുകയാണെങ്കിലോ, രക്തസാക്ഷികൾക്ക് പടച്ചവൻ കൊടുത്ത പദവിയതല്ലേ, രക്തസാക്ഷികൾക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനമതല്ലേ. അതുകൊണ്ട് ആ സഹോദരന് നഷ്ടമുണ്ടായിട്ടില്ല, ആ സഹോദരന് യാതൊരുവിധ ദുഃഖവും ഉണ്ടാകേണ്ടുന്നതില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, നാളെ അല്ലാഹുവിന്റെ മഹ്ശറിൽ കോടാനുകോടി മനുഷ്യമക്കൾ ഒന്നു ചേരുമ്പോൾ കോപത്തോടുകൂടി നിൽക്കുന്ന പടച്ച തമ്പുരാനെ അഭിമുഖീകരിക്കാൻ അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ പോലും ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇസ്ലാമിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കളുണ്ടല്ലോ, തന്റെ ജീവന് വേണ്ടി നിരപരാധിയായി മരണപ്പെട്ടവൻ രക്തസാക്ഷിയല്ലേ, സമ്പത്തിനെ സംരക്ഷിക്കാനും മരണപ്പെട്ടവൻ രക്തസാക്ഷിയല്ലേ, ദീനിന്റെ പേരിൽ കൊല്ലപ്പെട്ടവൻ രക്തസാക്ഷിയല്ലേ. ആ രക്തസാക്ഷികൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരികയാ. എപ്രകാരമെന്നറിയുമോ? അവരെങ്ങനെയാണോ രക്തസാക്ഷിത്വം വഹിച്ചത് അതേ രൂപത്തില് അതേ കോലത്തില് ശരീരം മുഴുവനും മൂർച്ചേറിയ ആയുധങ്ങൾ കൊണ്ട് വെട്ടേറ്റ നിലയില് രക്തമിങ്ങനെ ശരീരത്തിൽ പിഞ്ചു വീഴുന്ന നിലയില് അവരുടെ ശരീരത്തില് അതേ ആയുധങ്ങൾ അപ്രകാരം തന്നെ വെച്ചിട്ടുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. നാളെ പടച്ചവന്റെ ദർബാറിൽ ഷഹീദ് റിയാസ് എന്ന സഹോദരൻ വരുന്നില്ലേ, ഏതായുധങ്ങൾ കൊണ്ടാണോ തന്റെ ജീവൻ അപഹരിക്കപ്പെട്ടത് അതേ ആയുധങ്ങൾ തന്റെ ശരീരത്തിൽ വെച്ചുകൊണ്ട് അതേ കീറിയ വയറുമായി തലയുമായി 23ഓളം വെട്ടുകളും വെച്ചുവാങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് രക്തമിറ്റിറ്റ് വീഴുന്ന നിലയിൽ അദ്ദേഹം ഹാജരാക്കപ്പെടുമ്പോൾ അങ്ങനെ അപ്രകാരം കടന്നു വരുന്ന രക്തസാക്ഷിയെ കണ്ടു റസൂലുള്ള പറഞ്ഞില്ലേ, അപ്രകാരം കടന്നു വരുന്ന രക്തസാക്ഷിയെ കണ്ടു പടച്ച തമ്പുരാൻ അവിടെ ചിരിക്കുമത്രേ. കോപത്തോടുകൂടി എല്ലാ മനുഷ്യരും നോക്കിയിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ചവര് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവ് ആ രക്തസാക്ഷികളെ നോക്കിയിട്ട് ചിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
ഹബീബായ റസൂൽ പറഞ്ഞു, ആ ചിരിയുടെ സന്തോഷ വാർത്ത, ഇദാ ലഹിക റബ്ബുക അലാ അബ്ദി ഫലാ ഹിസാബ അലൈഹി. ആരെങ്കിലും ഒരാളെ നോക്കി അല്ലാഹു വന്ന് ചിരിച്ചാൽ പിന്നെ അവന് വിചാരണയുടെ പ്രശ്നങ്ങളില്ലല്ലോ. രക്തസാക്ഷികൾക്ക് വിചാരണയില്ല, രക്തസാക്ഷികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവരെങ്ങനെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുമ്പോൾ അലാ റഅസിഹി താജുൽ വഖാർ അൽയാഖൂതതു മിൻഹു ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷ വാർത്തയാണ്. അതേ അവരല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നാൽ ലോകത്തുള്ള സർവ്വകോടി മനുഷ്യമക്കളും ഒരു ചെരുപ്പ് പോലുമില്ലാതെ, ഒരു നൂൽക്കസണം പോലുമില്ലാതെ വെട്ടിത്തിളയ്ക്കുന്ന ചെമ്പ് തറയിൽ നിന്ന് കഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ശുഹദാക്കൾ പടച്ചവന്റെ മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ തലയിലേക്ക് പടച്ച തമ്പുരാൻ ഗാംഭീര്യതയുടെ കിരീടം വെച്ച് കൊടുക്കുകയാ. താജുൽ വഖാർ, ഗാംഭീര്യതയുടെ കിരീടം വെച്ച് അല്ലാഹു അവരെ സ്വാഗതം ചെയ്യുകയാ. അൽയാഖൂതതു മിൻഹു ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. അവർക്ക് അല്ലാഹു വെച്ച് കൊടുക്കുന്ന കിരീടത്തിന്റെ ഒരു കല്ല്, ആ കല്ലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ദുനിയാവ് ഇതിലുള്ള സർവ്വ വസ്തുക്കൾ കൊടുത്താലും അങ്ങനെ ഒരു കല്ല് പോലും ഒരു മനുഷ്യന് സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ അപ്രകാരം എത്രയോ വില ഉയർന്ന കല്ലുകളും മുട്ടകളും വെച്ച് പിടിപ്പിക്കപ്പെട്ട ഗാംഭീര്യതയുടെ കിരീടം വെച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ രക്തസാക്ഷികളെ സ്വീകരിക്കുന്നതെന്ത്? ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രക്തസാക്ഷിക്ക് പടച്ചവൻ കൊടുക്കുന്ന പദവി. നാളെ നമ്മുടെ സഹോദരൻ ഷഹീദ് റിയാസ് ഉൾപ്പെടെ ഈ കാസർഗോഡിന്റെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ, ലോകത്തെവിടെയൊക്കെ രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ടോ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതായ പദവി. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് നഷ്ടമൊന്നുമില്ല. നമ്മുടെ ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടമില്ല, പരിപൂർണമായും ലാഭം തന്നെയാണ്. നമുക്കറിയോ, അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സ്വർഗത്തിന് 100 തട്ടുകളാണുള്ളത്. സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്. അതിലേറ്റവും വലിയ തട്ടിന്റെ പേര് ജന്നത്തുൽ ഫിർദൗസ് ആണ്. അല്ലാഹു തആല ആ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹമുള്ള സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ തൊട്ട് താഴെയാണ് ജന്നാത്തുൽ ഫിർദൗസ് ഉള്ളത്. അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ട് താഴെ. ഈ ജന്നാത്തുൽ ഫിർദൗസിനും അല്ലാഹുവിന്റെ അർശിനും ഇടയിൽ ചില കിളിക്കൂടുകളുണ്ട്, ചില പറവകളുടെ കൂടുകളുണ്ട്. ആ കൂടുകളിൽ ചില പച്ച പറവകളാണ് താമസിക്കുന്നത്. സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും പോകാൻ ആ പറവകൾക്ക് അവകാശമുണ്ട്. സ്വർഗത്തിലെ എന്ത് കാര്യവും ആസ്വദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഈ പറവകൾ ആ കൂടിലേക്ക് വന്ന് കയറുമ്പോൾ അല്ലാഹു അവരോട് ചോദിക്കുമത്രേ, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്കിനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ആ പറവകൾ അന്ന് പടച്ചവനോട് സംസാരിക്കും, പടച്ചവനെ അയ്യു ശൈഇൻ നസ്തഹി വനഹ്നു നസ്റഹു മിനൽ ജന്ന. സ്വർഗം മുഴുവനും പറന്നു നടന്നവരാണ് ഞങ്ങള്. സ്വർഗത്തിലെ അരുവികൾ, സ്വർഗത്തിലെ അനുഭൂതികൾ, സ്വർഗത്തിലെ കാഴ്ചകൾ, സ്വർഗത്തിലെ ഫലങ്ങൾ, ഇതൊക്കെ കണ്ട, ഇതൊക്കെ അനുഭവിച്ച, ഇതൊക്കെ ആസ്വദിച്ച ഞങ്ങൾക്ക് ഇനി എന്താഗ്രഹമാ പടച്ചവനെ ബാക്കിയുള്ളത്? അല്ലാഹു വിടില്ല. വീണ്ടും പടച്ചവൻ ചോദിക്കുമല്ല, എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം. ആ പറവകൾ പറയും, പടച്ചവനെ ഞങ്ങൾക്കില്ല. വീണ്ടും അല്ലാഹു ചോദിക്കുമത്രേ. അവസാനം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ടല്ലാതെ അല്ലാഹു തങ്ങളെ വിടില്ല എന്നറിയുമ്പോൾ ആ സ്വർഗത്തിലെ പച്ചപ്പറവകൾ, ആരാണ് ആ പറവകൾ? ഇസ്ലാമിന് വേണ്ടി ഷഹാദത്ത് വരിച്ച രക്തസാക്ഷിയാണ്. ഇന്ന് നമ്മിൽ നിന്ന് യാത്രയായ, ഇന്നലെ നമ്മളിൽ നിന്ന് യാത്രയായ ആ റിയാസ് എന്ന സഹോദരനും അല്ലാഹു ആ പച്ചപ്പറവകളോടൊപ്പം ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പറവകൾ അവസാനം പടച്ചവനോട് പറയും, പടച്ചവനെ എങ്കിൽ ഞങ്ങൾക്ക് ഒരാഗ്രഹം ബാക്കിയുണ്ട്, ഒരൊറ്റ ഒരാഗ്രഹം. എന്താ ആഗ്രഹം?
അൻ തറുദ്ദ അർവാഹനാ ഫീ അജ്സാമിനാ, ഈ പറവകളുടെ ശരീരത്തിലുള്ള ഞങ്ങളുടെ റൂഹിനെ നീ ഞങ്ങളുടെ ആ പഴയ ശരീരത്തിലേക്കൊന്ന് മടക്കി വെച്ചു തരൂ. ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ ശരീരം, ആ റൂഹാണ് നീ പറവകളിലുള്ളതെങ്കിൽ ഇന്ന് ഈ റൂഹിനെ നീ ആ തിരിച്ച് ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് മടക്കി അയക്കൂ. എന്തിനാ? റിയാസ് എന്ന സഹോദരൻ കൊതിക്കുന്നു വീണ്ടും ഭൂമിയിലേക്ക് വരാൻ. എന്തിന്? തന്റെ കുറ്റവാളികൾ ആരെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ആ കൊലയാളികൾ ആരെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ വീട്ടുകാരെ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. എന്തിനാണ് തിരിച്ചു ഭൂമിയിലേക്ക് വരാൻ ആസ്വദിക്കുന്നത്? അല്ലാഹുവേ, ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ പേരിൽ ഇത്രയും പ്രതിഫലം നീ എനിക്ക് തന്നു എങ്കിൽ എന്നെ ഒരിക്കലൂടെ നീ ആ ഭൂമിയിലേക്കൊന്ന് മടക്കി അയക്കേ, എന്റെ ശരീരത്തിൽ ഞാനൊന്ന് പ്രവേശിക്കട്ടെ, എന്നിട്ട് ഇനിയും അതുപോലെ എനിക്കൊന്ന് ഷഹീദാകണം, എനിക്കിനിയും ഷഹീദാകണം. ശുഹദാക്കൾക്ക് നീ കൊടുത്ത പ്രതിഫലം ഇതാണെങ്കിൽ, സ്ഥാനം ഇതാണെങ്കിൽ, മഹത്വം ഇതാണെങ്കിൽ ഇനിയും എനിക്കത് കിട്ടണം പടച്ചവനെ. അതുകൊണ്ട് എന്നെ ഭൂമിയിലേക്കൊന്ന് അയക്കി, എനിക്കിനിയും നിന്റെ മാർഗത്തിൽ ഷഹീദാകണമെന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ പച്ചപ്പറവകളുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നതായ ശുഹദാക്കൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. പിന്നെ എന്താ നാമൊന്നറിയണം, ഇവിടെ ഇപ്പൊ അധികാരം കിട്ടിയപ്പോൾ വർഗീയതയുടെ പ്രസ്താവനകൾ ഇറക്കി മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ. തങ്ങളുടെ അവരുടെ പ്രധാനപ്പെട്ട നസീഹത്തും ദുആയും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഇൻഷാ അല്ലാഹ് വിനീതം നീട്ടുന്നില്ല, നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന നമുക്കും എന്തെങ്കിലും ഒരു വല്ലാത്തൊരു ഭയപ്പാടൊക്കെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നടന്നോ, ഇങ്ങനെയൊക്കെ ഉണ്ടായോ? പള്ളിക്കുള്ളിൽ പോലും ഒരു പള്ളിയിലെ മുഅദ്ദിൻ അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപഹരിക്കപ്പെട്ടോ? ഒന്നും മുസ്ലിം സമൂഹത്തിൽ പുതിയ സംഭവമൊന്നുമല്ല. ഇസ്ലാമിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സംഭവമാണോ? അള്ളാഹുവിന്റെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വന്ന് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഉള്ളിൽ മിഹ്റാബിൽ അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഒരു ഇമാമുണ്ട്, അറിയോ നമുക്ക്? പള്ളിയുടെ ഉള്ളിലെ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് അക്രമി വന്നിട്ട് കുത്തി കൊലപ്പെടുത്തിയ ഒരു ഇമാമിന്റെ ചരിത്രം നമുക്കുണ്ട്. അറിയോ ആ ഇമാമാരാണെന്ന്? ബഹുമാനനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഭവനം മദീനത്തെ പള്ളി മസ്ജിദ് നബവിയുടെ ഉള്ളിൽ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയുടെ ഉള്ളിൽ മിഹ്റാബിന്റെ ഉള്ളിലിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവർ കൊലപ്പെടുത്തി. എന്നിട്ടൊന്നും ഇസ്ലാം തകർന്നിട്ടില്ല ഇവിടെ, എന്നിട്ടും ഇസ്ലാം തളർന്നിട്ടില്ല. ഞാനിത് പറയുന്നത് ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടും നമ്മളിൽ ആർക്കെങ്കിലും ഒരു ഭയപ്പാടുണ്ടായിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചുപോയി, ഒരു പള്ളിക്കുള്ളിലിട്ട് ഒരു മുഅദ്ദിനെ ഇപ്രകാരം അപായപ്പെടുത്തിയിട്ട് മഹല്ലിന്റെ ഭാഗത്തുനിന്ന് ഒരു കേസ് കൊടുത്തതായി കണ്ടില്ല, പള്ളി കമ്മിറ്റിയുടെ ഒരു കേസ് കണ്ടില്ല. അതെന്താണ് എന്ന് എനിക്കറിയില്ല. അയൽക്കാരനാണ് അത്രേ കേസ് കൊടുത്തിട്ടുള്ളത്. അതെന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, അതുകൊണ്ടൊന്നും ഇവിടെ ഇസ്ലാം തളരുന്നില്ലല്ലോ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എത്രയോ മാതൃകകൾ എന്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാര് ഭരണം നടത്തുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അക്രമ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയതായ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ ഉത്തരേന്ത്യൻ നാടുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്താൻ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലേക്ക് കടന്നുവരൽ മുസ്ലിമുകളുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് ഫത്വ കൊടുത്ത ഉലമാക്കൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. മശായിഖന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കർമ്മരംഗത്തേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഡൽഹിയുടെയും ഉത്തർപ്രദേശിന്റെയും തെരുവോരങ്ങളിൽ അതിക്രൂരമായി സമൂഹത്തിന്റെ പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ആനയുടെ മുകളിലേക്ക് അവരെ കയറ്റിയിരുത്തി മരക്കൊമ്പുകളിൽ കുരുക്കിട്ടിട്ട് ആ കുരുക്ക് കഴുത്തിലേക്ക് ഇട്ടിട്ട് ആനയെ മുന്നിലേക്ക് നടത്തിക്കും. കഴുത്തിൽ കയറു കുരുങ്ങിയിട്ട് അതിക്രൂരമായി കൊല്ലപ്പെട്ട ഉലമാക്കൾ അവിടെ കഴിഞ്ഞു കിടന്നു പോയിട്ടുണ്ട്. നമുക്കറിയോ, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ സഹാറംപൂർ എന്ന ജില്ലയിൽ ദേവ്ബന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു കൂട്ടം പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാര് പള്ളി വളഞ്ഞു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉലമാക്കളുടെ പള്ളി വളഞ്ഞു. ആ നിസ്കാരത്തിൽ ആ ഉലമാക്കൾ സുജൂദിലേക്ക് പോകുമ്പോൾ ബ്രിട്ടീഷുകാർ ചുറ്റും കൂടി നിന്നു തുരുതുരാ വെടിയുയർത്തു. ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടു. അവരുടെയൊക്കെ രക്തം ചിന്നിച്ചിതറി. ഒന്നല്ല, രണ്ടല്ല, നൂറുകണക്കിന് പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്ത് തന്നെ പള്ളിയുടെ ഉള്ളിലിട്ട് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു. എന്നിട്ടും ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം അസ്തമിച്ചു പോയിട്ടൊന്നുമില്ല. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഇല്ലാതായി പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഇതൊന്നും കണ്ടിട്ട് വിഷമിക്കേണ്ടെന്ന കാര്യമില്ല. നമുക്കിന്ന് ഇവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം തന്നെ മുത്തുനബിയെ പ്രണയിക്കുന്നവരെന്ന വിഷയമാണ്. മുത്തുനബിയെ പ്രണയിക്കുന്നവർക്ക് ഇതല്ല, ഇതിലും വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കുന്നവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നേരിടേണ്ടി വരുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഒരു സ്വലാത്ത് വാർഷികത്തിന്റെ സദസ്സിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഹബീബായ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ബഹുമാനനായ സഫ്വാൻ തങ്ങൾ നമ്മുടെ വേദിയിലിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സദസ്സിന് സ്വലാത്തിന്റെ ശബ്ദം ഇത് പോരാ. ഈ സദസ്സിന്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് അനുകൂലമാകട്ടെ. ഈ മന്ത്രികൾ നമുക്ക് അനുകൂലമാകട്ടെ. ഈ ചെടികൊടികൾ നമുക്ക് അനുകൂലമാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമുക്ക് ഓരോ നിമിഷങ്ങളും അനുകൂലമായി തീരട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട്, മറുനാടുകളിൽ ഇരുന്നു കൊണ്ട് ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് ഈ വിനീതന് പറയാനുള്ളത്, നമ്മുടെ സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് അതേ അന്തരീക്ഷം മുഖരിതമാകട്ടെ. നമ്മുടെ സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് വർഗീയവാദികളുടെ കോട്ടക്കൊത്തളങ്ങൾ കിടിലം കൊള്ളട്ടെ. നമ്മുടെ സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൈകാലുകൾ വിറകൊള്ളട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ, ഇരുലോകത്തിന്റെയും ജേതാവേ നബി മുഹമ്മദ് മുസ്തഫ, ഇരുലോകത്തിന്റെയും നേതാവേ നബി മുഹമ്മദ് മുസ്തഫ. പോരാ സഹോദരങ്ങളെ, പോരാ, ബദറിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉഹദിലെ പോരാളിയെ നബി മുഹമ്മദ് മുസ്തഫ, ഖന്തക്കിലെ തൊഴിലാളിയെ നബി മുഹമ്മദ് മുസ്തഫ, രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു സഹാബി കടന്നു വരികയാ. മുത്തുനബിയെ പ്രണയിക്കുന്നവരെന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ആദ്യമായി അറിയേണ്ടുന്ന സംഭവമാ. ഹബീബായ മുത്തിന്റെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബിയേ, വല്ലാഹി അല്ലാഹുവിൽ തന്നെയാണ് സത്യം, ഇന്നി ലഉഹിബ്ബുക, സത്യമായും ഞാൻ താങ്കളെ വല്ലാതെ പ്രണയിക്കുന്നുണ്ട് നബിയേ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന്, നബിയെ ഞാൻ തങ്ങളെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയുന്ന സഹാബി റസൂലുള്ളാഹി സഹാബിയോട് തിരിച്ചു പറയുകയാണ്, എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് പറയുക.
നബിയെ ഞാൻ താങ്കളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ച് പറയുക. വീണ്ടും ആ സഹാബി രണ്ടാമതും പറയുന്നു, നബിയേ വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, അല്ലാഹുവിൽ സത്യം തന്നെ ഞാൻ താങ്കളെ വല്ലാതെ പ്രണയിക്കുന്നുണ്ട് നബിയേ. അപ്പോഴും റസൂലുള്ള പറയുന്നു, എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ച് പറയുക. മൂന്നാമത് അദ്ദേഹം പറയുകയാ, നബിയേ ഒരു സംശയവുമില്ല നബിയേ, രണ്ടാമതെന്ന് ആലോചിക്കേണ്ടെന്ന കാര്യമില്ല നബിയേ, വല്ലാഹി ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്നീ ലഉഹിബ്ബുക, ഉറപ്പായും ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. അതേ തന്നെ ഒരാൾ പ്രണയിക്കുന്നുണ്ട് എന്ന് ഹബീബായ മുത്തിനോട് വന്നിട്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിനും മറുപടി പറഞ്ഞതെന്തെന്നറിയുമോ? മുത്തുനബിയെ പ്രണയിക്കുന്നവരെന്ന വിനീതന്റെ വിഷയം കേൾക്കുന്നതിന് വേണ്ടി കാസർഗോഡിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ ഫോണിലൂടെ വിനീതന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, മുത്തുനബിയെ പ്രണയിക്കുന്നവരോട് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത മുന്നറിയിപ്പ് എന്താ? നബിയെ ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞു, എങ്കിൽ സഹോദരാ നീ തയ്യാറായി കൊള്ളുക അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാൻ, പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാൻ. എന്നെ ആരാണോ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവര്, എന്നെ പ്രണയിക്കുന്നവരിലേക്ക് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നതാ. അതുകൊണ്ട് പടച്ചവന്റെ പരീക്ഷണത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവുക. എന്നെ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതേ പട്ടിണിയെ നേരിടാൻ നീ തയ്യാറായി കൊള്ളുക. എങ്ങനെയാണോ ഉയർന്നിരിക്കുന്ന മലയുടെ മുകളിൽ നിന്നും അതിന്റെ താഴ്ഭാഗത്തേക്ക് അതേ മലവെള്ളം ശക്തിയോടുകൂടി ഒഴുകി വരുന്നത്, അപ്രകാരം എന്നെ പ്രണയിക്കുന്നവരിലേക്ക് പട്ടിണിയും ദാരിദ്ര്യവും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ തിരിച്ചറിയേണ്ടത്. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് വർഗീയതയുടെ വിഷം വെക്കുന്നവരുടെ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയുക. ഞാനും നിങ്ങളും മുത്തുനബിയെ പ്രണയിക്കുന്നവരാണെങ്കിൽ ഇവിടെയൊന്നും തളരേണ്ടെന്നവരല്ല നാം, ഇവിടെയൊന്നും തകരേണ്ടെന്നവരല്ല നാം. ഹബീബായ മുത്തിന്റെ കാലഘട്ടത്തില് ഒരു ദിവസം കുറച്ച് സഹാബാക്കൾ റസൂലുള്ളാഹിനെ കാണുന്നതിന് വേണ്ടി വരികയാ. ഹബീബായ റസൂല് കഅബാലയത്തിന്റെ ചാരത്തില് പുതപ്പ് മൂടിയിരിക്കുമ്പോൾ റസൂലുള്ള കഅബാലയത്തിന്റെ നിഴലിന്റെ സമീപത്ത് അല്ലാഹുവിന്റെ ഹബീബ് പുതപ്പ് മൂടിയിരിക്കുമ്പോൾ ഒരു കൂട്ടം സഹാബാക്കൾ ഹബീബായ മുത്തിന്റെ അടുക്കലേക്ക് വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, മുസ്ലിം ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ താങ്കൾ കാണുന്നില്ല നബിയേ? നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ താങ്കൾ അറിയുന്നില്ലയോ നബിയേ? ഏത് കാലഘട്ടമാണ്? 21ാം നൂറ്റാണ്ടിന്റെ കാര്യമല്ല പറയുന്നത്. പിന്നെയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തിന്റെ കാലഘട്ടത്തില് മുസ്ലിം ലോകം അനുഭവിക്കുന്ന വേവലാതികളുമായി സഹാബത്ത് കടന്നു വരികയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിനോട് വന്നിട്ട് വേവലാതി പറയുന്നു, നബിയേ വല്ലാത്ത ബുദ്ധിമുട്ടാണ് നബിയേ. സുബയ്യ എന്ന സഹോദരിയെ പട്ടാപ്പകൽ നടുറോട്ടിലിട്ട് വയറുകീറി കൊന്നുകളഞ്ഞു നബിയേ. യാസർ എന്ന നമ്മുടെ സഹോദരന്റെ ജനാസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല നബിയേ. ബിലാൽ എന്ന നമ്മുടെ കൂട്ടുകാരനെ പട്ടാപ്പകൽ പീഡിപ്പിക്കുന്നു നബിയേ. അധികാരം കൈവെള്ളയിലുള്ള ഖുറൈശി പ്രമുഖന്മാര്, വർഗീയ പരിവാരങ്ങള് മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന വാർത്തകളുടെ കഥനകഥകള് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് സഹാബത്ത് എന്ന് പറയുമ്പോൾ അന്ന് മുത്തുനബി സഹാബത്തിനോട് തിരിച്ചു പറഞ്ഞു, സഹാബ
നിങ്ങൾ തളരേണ്ടതില്ല സഹാബ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല സഹാബ, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടുന്നതില്ല സഹാബ. ഭയപ്പാടിന്റെ നെരിപ്പോടുമായി തന്റെ മുന്നിലേക്ക് വന്ന സഹാബത്തിനോട് നിർഭയത്വത്തിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ റസൂൽ പറയുന്നു, വിഷമിക്കല്ല സഹാബ, നിങ്ങൾ ബുദ്ധിമുട്ടല്ല സഹാബ, നിങ്ങൾക്ക് നിരാശ തോന്നല്ല സഹാബ. ഏ സഹാബ നിങ്ങൾക്കറിയുമോ, ഏ സഹാബത്തെ നിങ്ങൾക്കറിയുമോ, എന്റെയും നിങ്ങളുടെയും മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ, മുസ്ലിമായി പോയതിന്റെ പേരിൽ അതേ ശത്രുക്കൾ അവരെ കൈകാര്യം ചെയ്തതെങ്ങനെയാ? മുസ്ലിമായി പോയതിന്റെ പേരിൽ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് അവരെ ഇറക്കി നിർത്തിയിട്ട് അവരുടെ കഴുത്തറ്റം മണ്ണിട്ട് മൂടിയിട്ട് തല മാത്രം ഭൂമിയുടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ അവരുടെ തലയിലേക്ക് മരത്തടികൾ അറുത്തു മാറ്റുന്ന മൂർച്ചയേറിയ ഈർച്ചവാളുകൾ കൊണ്ടുവന്ന് അവരുടെ തലകളെ അറുത്തു മാറ്റിയ ശത്രുക്കളുടെ അതിക്രൂരമായ ഉപദ്രവങ്ങളെ നിങ്ങൾ അറിയണം സഹാബ. മുസ്ലിമായി പോയതിന്റെ പേരിലും മരങ്ങളിൽ കെട്ടിയിടപ്പെട്ട് നമ്മുടെ മുൻഗാമികൾ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിലെ മാംസങ്ങൾ പീസ് പീസായി മുറിച്ചു മാറ്റുമ്പോൾ വെറുമെല്ലു മാത്രമായി മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്നവർ പിടഞ്ഞു തുടങ്ങുമ്പോൾ ഏ സഹാബ ഫബായസുദ്ദുഹു ദാലിക അംദീനിഹി, ഈ അതിക്രൂരമായ പീഡനങ്ങളൊന്നും ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നതിൽ നിന്നും അവരെ ദൂരമാക്കിയില്ലല്ലോ സഹാബ. ഈ പീഡനങ്ങളുടെ പേരിൽ അവർ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞില്ല സഹാബ. അതുകൊണ്ട് ഈ പീഡനങ്ങളൊന്നും കണ്ട് നിങ്ങളെ ഭയപ്പെടല്ലേ, നിങ്ങളിതൊന്നും കണ്ട് ബുദ്ധിമുട്ടല്ലേ, നിങ്ങളിതൊന്നും കണ്ട് വിഷമിക്കല്ലേ. ഒരു കാലഘട്ടം വരുന്നുണ്ട് സഹാബ, ആ കാലഘട്ടം നിർഭയത്വത്തിന്റെ കാലഘട്ടം തന്നെയാ. ആ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അല്ലാതെ മറ്റൊരാളെയും നമുക്ക് ഭയപ്പെടേണ്ടി വരുന്ന സഹാബ. രാത്രിയുടെ നിശബ്ദതയിൽ പുറത്തിറങ്ങുന്ന ആട്ടിൻകുട്ടിക്ക് ചെന്നായല്ലാതെ ഒരാൾക്കും മറ്റൊരാളെ ഭയപ്പെടേണ്ടി വരാത്ത സുന്ദരമായ നിലയിൽ സന്നായിൽ നിന്നും ഹദറമൗത്ത് വരെയും നിർഭയത്വത്തിന്റെ അവസ്ഥയോടുകൂടി നമ്മൾ സഞ്ചരിക്കുന്ന കാലഘട്ടം വരുന്നെന്ന് പറഞ്ഞു ഭയപ്പാടിന്റെ നെരിപ്പോടുകളുമായി വന്ന സഹാബത്തിന്റെ മുന്നിൽ നിർഭയത്വത്തിന്റെ പടപ്പാട്ട് മുടക്കിയ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയെ സ്നേഹിക്കുന്ന എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചതാ. എന്നെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടാൻ തയ്യാറായിക്കൂടി. ഇവിടെ നാം ഒന്നും തളരേണ്ടതില്ല, ഇവിടെ നമ്മൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ഒരു നിർഭയത്വത്തിന്റെ സന്ദേശം, അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന്റെ വാർത്തകൾ പറയുമ്പോഴും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇതൊക്കെ അങ്ങ് മാറും, ഈ അധികാരമൊക്കെ അങ്ങ് മാറും, വന്മാരൊക്കെ അങ്ങ് പോകും. നാളെ ഒരു ദിവസം വരും, അത് ഇസ്ലാമിന്റെ മക്കളുടെ ദിവസമാണ്. ഒരാളെയും ഭയപ്പെടാതെ പടച്ചവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സൻആഇൽ നിന്നും ഹളറമൗത്ത് വരെ ഒറ്റയ്ക്ക് ഏതു പാതിരാത്രിക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ ഇതാണ് ഹബീബായ റസൂൽ എനിക്കും നിങ്ങൾക്കും നൽകിയ സന്ദേശങ്ങൾ. ആ മുത്തായ ഹബീബിനെ പ്രണയിക്കുന്നവരാണ് നാമെങ്കിൽ ഈ ഒരു ആദർശമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഈ ഒരു ആദർശമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അല്ലാഹു ചോദിച്ചില്ലേ, അമ്മഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ നേരിട്ടതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാനൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണോ? നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് സ്വർഗം കിട്ടാനാ, നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനാ, അമലുകൾ ചെയ്യുന്നത് സ്വർഗം കിട്ടാനാ, സ്വതക്കകൾ ചെയ്യുന്നത് സ്വർഗം കിട്ടാനാ. എന്താ പടച്ചവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന
വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? മസ്സതുഹുൽ ബഅസാഉ വൽളറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം എവിടെ, പടച്ചവന്റെ സഹായം എവിടെ എന്നല്ലാഹുവിന്റെ റസൂലും അവിടുത്തെയോടൊപ്പമുള്ള അനുചരന്മാരും വിളിച്ചു ചോദിക്കത്തക്ക രീതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഈ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളെ നേരിടാതെ സ്വർഗത്തിലേക്ക് സുന്ദരമായങ്ങ് പോയി പോകാമെന്ന് നിങ്ങൾ ഓരോരുത്തരും കരുതുകയാണോ? വിശുദ്ധമായ ഖുർആൻ അത്ര ഈസി ഒന്നും അല്ലല്ലോ. പ്രവാചക മുങ്കര പ്രണയിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ആ പ്രവാചകരെ പ്രണയിക്കേണ്ടത്? പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാതെയല്ല, ഭയപ്പെട്ടുകൊണ്ട് മാളത്തിൽ ഒളിച്ചല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, പുണ്യപ്രവാചകനെ പ്രണയിക്കുന്നവരാണ് നാമെങ്കിൽ, മുത്തുറസൂലിനെ പ്രണയിക്കുന്നവരാണ് നാമെങ്കിൽ, ജീവിതം കൊണ്ട് ആ പ്രണയത്തെ പ്രകടിപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർക്ക് വരണം. അതെങ്ങനെ? അത് റബീഉൽ അവ്വൽ 12-ന് ഏതെങ്കിലും അമ്പലങ്ങളുടെ മുന്നിൽ പോയി നിന്ന് തക്ബീർ വിളിച്ചിട്ടല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. വേദനയോടുകൂടി പറയട്ടെ, മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നിങ്ങനെ ചില കാര്യങ്ങൾ മാത്രം അവൻ കരുതി വെച്ചിരിക്കുകയാ. അങ്ങനെയല്ല പ്രവാചക പുങ്കവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നാം ഒന്നറിയണം, റബീഉൽ അവ്വലിൽ സിന്ദാബാദ് വിളിച്ചാൽ, റബീഉൽ അവ്വലിൽ തെരുവോരങ്ങളിൽ കിടക്കുന്ന നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്ത് പച്ചപ്പയിന്റ് അടിച്ചാൽ, അതിന്റെ പേരിൽ 10,000 രൂപ പിടിച്ചാൽ അതിനെയൊക്കെ ഹുബ്ബുർ റസൂൽ എന്ന് പറയാൻ പറ്റുമോ? നബിദിനം ആഘോഷിക്കണം, നബിദിനത്തിന്റെ പേരിൽ സന്തോഷിക്കണം, അതൊക്കെ ശരി തന്നെയാ, അതിൽ അഭിപ്രായ ഭിന്നതകളില്ല. പക്ഷേ ജീവിതത്തിന് റസൂലുള്ളാഹിയുമായി ഒരു ബന്ധവുമില്ലാതെ, സുന്നത്തുമായിട്ട് ഒരു താല്പര്യമില്ലാതെ എന്റെ ചെറുപ്പക്കാർക്ക് എന്ത് ഹുബ്ബുർ റസൂൽ അവകാശപ്പെടാനുള്ളത്? മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിച്ചതെന്താ? മൻ ഇദ്ദആ ഹുബ്ബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈറ ഇത്തിബാഇ സുന്നഹ്, സുന്നത്തുമായി ബന്ധമില്ലാതെ, സുന്നത്തിനെ മുറുകെ പിടിക്കാതെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു എന്നവൻ വാദിച്ചാൽ ഫഹുവ കദ്ദാബ്, അവൻ പെരുങ്കള്ളനാണ്. സുന്നത്തുമായിട്ട് ബന്ധമുണ്ടോ? എന്റെ ചെറുപ്പക്കാര് താടി വളർത്തുന്നത് ആരെ സുന്നത്ത് വെച്ചാ? ദുൽഖർ സൽമാന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് താടി വളർത്തിയിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ. നിവിമ്പോളിയെ പോലെ താടി വളർത്തിയിട്ട് കാര്യമുണ്ടോ? കഴുത്തിലും ചങ്ങലയിട്ട്, കയ്യിലും ചങ്ങലയിട്ട്, ഞെരിയാണിക്ക് താഴെ ഇടയുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട്, ഔറത്ത് മറയാത്ത വസ്ത്രവും ധരിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് കാര്യമുണ്ടോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിനക്ക് തെളിയിക്കണമെങ്കിൽ സുന്നത്തായ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം, സുന്നത്തായ ജീവിതത്തിലേക്ക് കടന്നു വരണം. പുണ്യപ്രവാചകരെ പ്രണയിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരാരാ? പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലും അവർ സുന്നത്ത് വിടുകയില്ല. താടി വളർത്തുന്നവനൊക്കെ തീവ്രവാദി, ഒപ്പിധരിക്കുന്നവനൊക്കെ തീവ്രവാദി, സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവനൊക്കെ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമം നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് വിനീതനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുവിന്റെ റസൂൽ മുത്തുൽ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയായ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ചെറുപ്പക്കാരാ, തയ്യാറുണ്ടോ പൊന്നുമോനെ? ഒരു പാവപ്പെട്ട പണ്ഡിതനെ പള്ളിക്കുള്ളിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കിരാതന്മാരോടുള്ള പ്രതിഷേധ പ്രകടനത്തിന്റെ പേരിൽ തെരുവോരങ്ങളിൽ വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയ ചെറുപ്പക്കാരാ, വഴിവക്കുകളിലെ കല്ലുകളെ നിരത്തി, മരത്തടികളെ നിരത്തി പ്രതിഷേധം പ്രകടിപ്പിച്ച ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോനെ, നിന്നോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിൽ പുണ്യപ്രവാചകരെ പ്രണയിക്കുന്നവരെ ചെയ്യേണ്ടുന്ന പ്രവർത്തനം എന്താണെന്നറിയുമോ? മുത്തുനബിയെ പ്രണയിക്കാൻ കഴിയട്ട ചെറുപ്പക്കാരാ, കഞ്ചാവിനടിമപ്പെടേണ്ടവനല്ല നീ പൊന്നുമോനെ, മയക്കമരുന്നിന്റെ അടിമയാകേണ്ടെന്നവനല്ല നീ, കള്ളും കുടിച്ചുകൊണ്ട് നടക്കേണ്ടെന്നവൻ
കാണേണ്ടവനല്ല നീ, സിനിമാ താരങ്ങളെ അനുകരിക്കേണ്ടവനല്ല നീ, മാടമ്പി തമ്പുരാക്കന്മാരുടെ പിന്നാലെ കടന്നു പോകേണ്ടുന്നവനല്ല നീ. കഴിയുമോ എന്ന ചെറുപ്പക്കാരാ, സംഘപരിവാരത്തിന്റെ ദുഷ്ടശക്തികൾ വർഗീയതയുടെ വിഷം തുപ്പുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, മൻ തമസ്സക ബിസുന്നതി ഇന്ന ഫസാദി ഉമ്മതി. കുഴപ്പം പിടിച്ച കാലഘട്ടത്തില്, അപകടകരമായ കാലഘട്ടത്തില്, വർഗീയതയുടെ കാലഘട്ടത്തില് എന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവനാരാ? ഞാൻ പഠിപ്പിച്ച പോലെ താടി വളർത്തുന്നവനാരാ? ഞാൻ പഠിപ്പിച്ച പോലെ പർദ്ദ ധരിക്കുന്നവളാണ്. ഞാൻ പഠിപ്പിച്ച പോലെ തൊപ്പി ധരിക്കുന്നവനാരാ? ഞാൻ പഠിപ്പിച്ച പോലെ നിക്കാഹ് നടത്തുന്നവനാരാ? ഞാൻ പഠിപ്പിച്ച സുന്നത്തുകളെ മുറുകെ പിടിപ്പിക്കുന്നവനാരാ? മൻ തമസ്സക ബിസുന്നതി ഇന്ന ഫസാദി ഉമ്മതി. കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തുകളെ ആരും മുറുകെ പിടിച്ച് ജീവിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഫലഹു അജ്റു മിഅതി ശഹീദ്. 100 ശുഹദാക്കളുടെ പ്രതിഫലമാ അവനുള്ളത്, 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാ അവനുള്ളത്. ഏ ചെറുപ്പക്കാരാ, കഴിയട്ടെ പൊന്നുമോനെ, റസൂലുള്ളാഹിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണ്, റസൂലുള്ളാഹിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാ. എന്നാൽ എന്റെ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റസൂലുള്ളാഹിന് വേണ്ടി മരിക്കലല്ല വേണ്ടത് മക്കളെ, റസൂലുള്ളാഹിന് വേണ്ടി ജീവൻ കൊടുക്കലല്ല വേണ്ടത് മക്കളെ, റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? റസൂലുള്ളാഹിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയട്ടെ പൊന്നുമോനെ. എന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ദാടി വളർത്താൻ, അവിടുന്ന് പഠിപ്പിച്ച പോലെ തൊപ്പി ധരിക്കാൻ, അവിടുന്ന് പഠിപ്പിച്ച പോലെ ആർഭാടമില്ലാത്ത നിക്കാഹ് നടത്താൻ ഏ ചെറുപ്പക്കാരാ നിനക്ക് കഴിയട്ടെ. വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്ന മുത്തുനബിയെ പ്രണയത്തോട് കാണാൻ വേണ്ടി ഈ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടുന്ന് പഠിപ്പിച്ച പോലെ പർദ്ദ ധരിക്കാൻ നിനക്ക് കഴിയട്ടെ. അവിടുന്നയോടുള്ള സ്നേഹം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയട്ടെ. ഈ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവരാരാ? അവരാണ് എന്നെ പ്രണയിക്കുന്നവര്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മുത്തുനബിയെ പ്രണയിക്കുന്നവർ, മുത്തുനബിയെ പ്രണയിക്കുന്നവർ അവരാരെന്നറിയുമോ? അവരെങ്ങനെയാ പ്രണയിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിക്കുകയാ, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നവരാരാണോ, എന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവരാരാണോ, എന്റെ ജീവിത ശൈലി പിൻപറ്റുന്നവരാരാണോ, ഫഖദ് അഹബ്ബനി, അവനാണ് അക്ഷരാർത്ഥത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നവൻ, അവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ, അവനാണ് എന്നെ പ്രണയിക്കുന്നവൻ. വമൻ അഹബ്ബനി, അങ്ങനെ എന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നോടുള്ള പ്രണയം പ്രകടിപ്പിക്കുന്നവർ ആരാ? കാന മഈ ഫിൽ ജന്ന, അവർക്ക് എന്നോടൊപ്പം സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. നബിയുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ ചെറുപ്പക്കാരാ, മുത്തുനബിയെ പ്രണയിക്കണമെങ്കിൽ ജീവിതം കൊടുത്തുകൊണ്ട് പ്രണയിക്കണം. ഞാൻ ഈ സദസ്സിനോട് ഇപ്പൊ ചോദിക്കുക, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ആരുണ്ട്? ഞാനിപ്പോ ചോദിച്ചാൽ റസൂലുള്ളാഹിന് വേണ്ടി മരിക്കാൻ ഇവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഈ സദസ്സിരിക്കുന്ന മുഴുവൻ ആളുകളും ചിലപ്പോൾ കൈ ഉയർത്തും, സ്ത്രീകൾ ഉൾപ്പെടെ കൈ ഉയർത്തും, എന്റെ ഹബീബിന് വേണ്ടി മരിക്കാൻ. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഇൻഷാ അല്ലാഹ് മരിക്കേണ്ട സമയത്ത് നമുക്ക് മരിക്കാം, അല്ലാഹ് തൗഫീഖ് തരട്ടെ. പക്ഷേ ഈ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കാൻ ആരുണ്ട്? ശരീഅത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റേതായ നിയമങ്ങളെ മുഴുവനും താറടിച്ചു കാട്ടുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. ആ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആര് തയ്യാറുണ്ട്? അങ്ങനെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഫലഹു അജ്റു മിഅതി ഷഹീദ്, 100 രക്തസാക്ഷികളുടെ പ്രതിഫലം. റസൂലുള്ളാഹിന് വേണ്ടി ജീവിച്ചാൽ 100 വട്ടം മരിച്ച പ്രതിഫലം അവനുണ്ടെന്നാണ്.
റസൂലുള്ളാഹിന് വേണ്ടി ജീവിക്കുക, സുന്നത്ത് മുറുകെ പിടിച്ച്. മൻ അഹബ്ബ സുന്നതി, എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവൻ, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ, കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത്, അവനാണ് എന്നോടൊപ്പം സ്വർഗത്തിൽ പോകുന്നവൻ. തൊപ്പി ധരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സുന്നത്തായ നിലയിൽ താടി വളർത്താൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതെ, ദുൽഖർ സൽമാന്റെ താടിയെ പറ്റിയല്ല പറഞ്ഞത്, പ്രേമത്തിന്റെ താടിയെ പറ്റിയല്ല പറഞ്ഞത്. മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ താടി വളർത്താൻ, അവിടുന്ന് പഠിപ്പിച്ച പോലെ ജീവിക്കാൻ ആര് തയ്യാറുണ്ട്? പൊന്നുമോനെ, അതാണ് മുത്ത് റസൂലിനോടുള്ള പ്രണയം, അതാണ് മുത്ത് ഹബീബിനോടുള്ള പ്രേമം. ഈ പ്രേമം വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി പറഞ്ഞു, അതാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. സയഅതി സമാനുൻ അലാ ഉമ്മതി അൽ ഖാബിലു അലാ ദീനിഹി കൽ ഖാബിൽ അലാ ജംറത്തിൻ മിനൻ നാർ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു കാലഘട്ടം എന്റെ സമൂഹം നേരിടേണ്ടി വരും. അന്ന് ദീനിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ കൈവെള്ളയിൽ തീക്കട്ട മുറുകെ പിടിച്ചവനെ പോലെയായിരിക്കും അവൻ. ദീനിനെ മുറുകെ പിടിക്കുന്നവന് പൊള്ളും, പ്രശ്നങ്ങൾ നേരിടും. ഒരാളുടെ കൈവെള്ളയിൽ ഒരു തീക്കട്ട കൊടുത്തിട്ടൊന്ന് മുറുകെ പിടിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഒന്ന് പിടിച്ചാൽ കൈ പൊള്ളും, ഭയങ്കരമായ വേദന ശരീരം മുഴുവനും അനുഭവിക്കും. കയ്യിലും മുറിവും, ആ മുറിവിന്റെ മേൽ മുറിവുണ്ടായി മുറുകി പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ ശരീരത്തിലെ മാംസം ഉരുകിയിറ്റിട്ട് വീഴും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കാലം വരും, അന്ന് എന്റെ ഉമ്മത്തിൽ ദീനിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ കൽ ഖാബിൽ അലാ ജംറത്തിൻ മിനൻ നാർ, തീക്കട്ട കയ്യിൽ പിടിച്ച പോലെയാകും. നിങ്ങൾ ചിന്തിക്കുക, ആ കാലഘട്ടം എത്തിയോ? ആ കാലഘട്ടം എത്തിയോ? ആ അവസ്ഥ സംജാതമായോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഇനിയും കഞ്ചാവടിച്ച് നടക്കലല്ല എന്റെ ചെറുപ്പക്കാരൻ വേണ്ടത്, കള്ളുകുടിച്ച് നടക്കലല്ല എന്റെ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത്. അതേ വിവേകത്തിന് പകരം വികാരത്തിന് സ്ഥാനം കൊടുക്കലല്ല എന്റെ ചെറുപ്പക്കാരൻ വേണ്ടത്. ക്ഷമത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് ചൂരി എന്ന പ്രദേശത്ത് നിന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു. അതെ, നമ്മളെല്ലാം പ്രതിഷേധിക്കേണ്ട കാര്യം. പക്ഷേ ആരോ ചെയ്ത പ്രവർത്തനത്തിന്റെ പേരിൽ നിരപരാധികളായ കുറെ സഹോദരങ്ങളുടെ വീട് ആക്രമിക്കപ്പെടുകയുണ്ടായി. നമ്മൾ തിരിച്ചറിയണം. ഞാൻ തുറന്നു തന്നെ പറയുകയാ, തീവ്ര ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഹിന്ദുക്കളും ഒന്നും നമ്മുടെ ശത്രുക്കളല്ല. ഹിന്ദുക്കളെ നമ്മളെ ശത്രുക്കളായിട്ട് നമ്മൾ കാണല്ലേ. ഹിന്ദുക്കൾ നമ്മുടെ ശത്രുക്കളൊന്നുമല്ല, അവര് നമ്മുടെ മിത്രങ്ങളാണ്. നമുക്കറിയല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ സന്ദേശവുമായി മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോ അന്നിവിടെ ഒരു മുസ്ലിമും ഉണ്ടായിരുന്നില്ല ഇവിടെ സ്വീകരിക്കാൻ. ഒരു ആചാരും ഒന്നില്ല, ഒരു മൊയ്ലിയാരും ഒന്നില്ല, ഒരു കാളിയാരും ഒന്നില്ല. അന്ന് ഇവിടെ വന്ന നല്ലവരായ മുസ്ലിമുകളെ കൈപിടിച്ച് സ്വീകരിച്ച ഇവിടുത്തെ ഹിന്ദുക്കളാ. ഹിന്ദുക്കള് നമ്മുടെ ശത്രുക്കളൊന്നും അല്ല കേട്ടോ. പിന്നെ ഈ കപട ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട്, തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ ദുഷ്ടശക്തികൾ നമ്മുടെ നാടുകളിൽ എന്തൊക്കെയോ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ചോദിക്കുന്നത്, മുത്തുനബിയെ പ്രണയിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുത്തുനബിയെ പ്രണയിക്കുന്നവർക്ക് കഴിയോ? ആരോ എന്തോ ചെയ്തതിന്റെ പേരിൽ പാവങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളുടെ മേൽ മെക്കിട്ട് കയറൽ ഇസ്ലാമല്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ്. അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ നാടുകളിൽ ഉണ്ടാവും, ഹൈന്ദവരുണ്ടാകും, ക്രൈസ്തവരുണ്ടാകും. ഒരിക്കലും നിങ്ങൾ അവരെ വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല. ശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വർഗീയതയുടെ മുതലെടുപ്പ് നടത്താൻ പലരും ശ്രമിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എന്റെ കാസർഗോഡ് മണ്ണിലെ എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നാം അതിന്റെ പേരിൽ എല്ലാവരെയും കുറ്റക്കാരായി കാണരുത്. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? ഏതെങ്കിലും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ ആ മതക്കാരോട് മൊത്തവും നിങ്ങൾ ശത്രുത പ്രഖ്യാപിക്കരുത്. ഖുർആനാണത്. പാടില്ലാതെ ഇഅദിലു, നിങ്ങൾ നീതിയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അക്രമകാരികൾ ശിക്ഷിക്കപ്പെടണം, അവനൊക്കെ കിട്ടേണ്ടത് കിട്ടണം. പക്ഷേ ഒരിക്കലും അതിന്റെ പേരിൽ നിരപരാധികൾ അവിടെ ആക്രമിക്കപ്പെടാൻ പാടില്ല. നീതിയുടെ വക്താക്കളാകണം നിങ്ങൾ. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തതെന്ന് വിശുദ്ധമായ ഖുർആൻ.
അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഒക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സംയമനത്തിന്റെ മാർഗം തന്നെ നമ്മൾ സ്വീകരിക്കാം. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിതരായി പ്രതികരിക്കാൻ കാത്തിരിക്കുന്ന കുറെ ആശാന്മാരുണ്ട്. നമ്മൾ പ്രതികരിക്കണം. അതിനവരെ ചിലപ്പോ പള്ളിയിൽ കയറി ആക്രമിക്കും, ചിലപ്പോ പള്ളിക്ക് കല്ലെറിയും, ചിലപ്പോ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കും. എന്തിനാ? മുസ്ലിം ഉമ്മത്തിനെ പ്രകോപിപ്പിക്കണം, അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അതിനെതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളുടെ ആ പ്രശ്നത്തിന്റെ പേരിൽ പിന്നെ വർഗീയ മുതലെടുപ്പ് നടത്തണം, പിന്നെ കലാപങ്ങൾ അഴിച്ചുവിടണം, എന്നിട്ട് അതിലൂടെ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കപ്പെടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കള്ളക്കളികളാ. നമുക്കറിയല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാം സുന്ദരമായി നമുക്ക് പഠിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങള് മക്കാ വിജയത്തിന്റെ സന്ദർഭത്തില് കഅബാലയത്തിലേക്ക് ഹബീബായ റസൂല് കടന്നു വരുമ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് സഹാബാക്കടയിൽ ഒരു ലിസ്റ്റ് കൊടുത്തു. ഈ ലിസ്റ്റിൽ ചില ആളുകളുണ്ട്, എവിടെ കണ്ടാലും അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കണം. റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു, വലൗ വുജിദു തഹ്ത അസ്താരിൽ കഅബ, കഅബാലയത്തിന്റെ ഖില്ലയുടെ മറവിൽ കയറി ഒളിച്ചിരുന്നാലും പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കണം. ശത്രുക്കളോട് റസൂലുള്ളാഹി സ്വീകരിച്ച നിലപാട്. എന്നാൽ നമുക്കറിയല്ലോ, റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ വന്നങ്ങ് മൂത്രമൊഴിക്കുക. ചിന്തിക്കണം, മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഒരുത്തനങ്ങ് മൂത്രമൊഴിക്കുക. സഹാബാക്കൾക്കൊക്കെ ആകെ ജിഹാദ്, റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങോട്ട് ജിഹാദോടുകൂടി ഇറങ്ങി. റസൂലുള്ളാഹി പറഞ്ഞു, നിക്കേ, അയാൾ മൂത്രമൊഴിച്ച കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോട്ടെ, ആ മൂത്രിച്ച ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പറഞ്ഞാൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കണം. പക്ഷെ ചില സന്ദർഭമുണ്ട്, അവിടെ കണ്ണടക്കലാണ് ഇസ്ലാം. പറഞ്ഞാൽ ഈ മനുഷ്യൻ അറിയാതൊന്നും അല്ല പള്ളി വന്ന് മൂത്രമൊഴിച്ച്, അറിഞ്ഞുകൊണ്ട് തന്നെ വാമൊന്ന് മൂത്രിച്ചത്. പ്രകോപനം സൃഷ്ടിക്കാൻ, കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് മൂത്രിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, കഴിഞ്ഞില്ലേ, അവപ്പൊക്കോട്ടെ, രണ്ടിടത്തി വെള്ളം ഒഴിച്ചിട്ട് അതേ പ്രശ്നം തീർന്നു. ഇസ്ലാമിനെ ഇങ്ങനെ നമ്മൾ അറിയണം, ഇസ്ലാമിനെ ഇങ്ങനെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഇവിടെ നമ്മളെ പ്രകോപിതരാക്കാൻ, അതിലൂടെ മുതലെടുപ്പ് നടത്താൻ വർഗീയ പരിവാരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലിന്റെ ഒരു ഗുണപാഠത്തിലേക്ക് ഈ സദസ്സിനെ വിനീതനെ ക്ഷണിക്കുകയാണ്. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി വിനീതന് വേദിയൊഴിയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ വുളൂ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് വുളൂ ചെയ്ത വെള്ളമുണ്ടല്ലോ, അവിടുന്ന് വുളൂഇന്റെ ബാക്കിയുള്ള വെള്ളത്തെ, അവിടുന്ന് ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വുളൂഇന്റെ വെള്ളത്തെ ഫജഅല അസ്ഹാബുഹു യതമസ്സഹൂന ബിവുളൂഇഹി, സഹാബാക്കളോ ഹബീബായ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വുളൂഇന്റെ വെള്ളത്തെ എടുത്തുകൊണ്ട് തങ്ങളുടെ ശരീരത്തും മുഖത്തുമെല്ലാം പുരട്ടുകയാ. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഇതെന്താ പ്രവർത്തനപാട്? ഏ സഹാബ, നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണ് സഹാബ? ഏ സഹാബ, മാ യഹ്മിലുകും അലാ ഹാദാ, ഏ സഹാബ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ സഹാബ? എന്റെ ശരീരത്തിൽ നിന്നിട്ട് വീഴുന്നതായ ജലഗണികകളെ പോലും വലിയ മഹത്വത്തോടുകൂടി കൈകൊണ്ട് കോരിയെടുത്ത് ശരീരത്തിൽ പുരട്ടാനുള്ള കാരണമെന്താ? എന്ത് പ്രചോദനമാ നിങ്ങൾക്ക് ഈ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ളത്? സഹാബാക്കൾ ഒറ്റ വാക്കിന് മറുപടി പറഞ്ഞു, ഹുബ്ബുല്ലാഹി വ ഹുബ്ബു റസൂലിഹി, അല്ലാഹുവിനോട് അവന്റെ റസൂലിനോടുമുള്ള പ്രണയമാണ് നബിയേ. മുത്ത് റസൂലിനോടുള്ള പ്രണയത്തെ പറ്റി അറിയണം സഹോദര സഹോദരി. വുളൂ ചെയ്ത വെള്ളം കൊണ്ട് നിങ്ങൾ ശരീരത്തിൽ തടവുന്നതെന്തിനാ? സഹാബത്ത് മറുപടി പറഞ്ഞത്, നബിയേ, ഹുബ്ബുല്ലാഹി വ ഹുബ്ബു റസൂലിഹി, അല്ലാഹുവിനോട് അവിടുത്തെ മുത്ത് റസൂലിനോടുമുള്ള പ്രണയം കൊണ്ടാണ് നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, സഹാബ, എങ്കിൽ മൻ സറഹു അയ്യുഹിബ്ബല്ലാഹ വ റസൂലഹു ഔ യുഹിബ്ബുല്ലാഹു വ റസൂലുഹു. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്ന പ്രിയപ്പെട്ട സഹാബ, മൻ സറഹു അയ്യുഹിബ്ബല്ലാഹ വ റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും പ്രണയിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? റസൂലിനെ പ്രണയിക്കലോ അല്ലാഹുവിനെ പ്രണയിക്കലോ മാത്രമല്ല, ഔ യുഹിബ്ബുല്ലാഹു വ റസൂലുഹു,
അല്ലാഹുവും റസൂലും തന്നെ പ്രണയിക്കുന്നതും ഇഷ്ടപ്പെടുന്നവരാരാ? മുത്ത് റസൂലിനെ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാരാ? മുത്ത് റസൂല് തന്നെ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാരാ? എങ്കിലും നിങ്ങളും 3 കാര്യങ്ങളെ മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അതെ, നിങ്ങൾ വർത്തമാനം പറയുന്നെങ്കിൽ സത്യം മാത്രം പറയുക. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, റസൂലിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവും റസൂലും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ സത്യം മാത്രം പറയുന്നവരായി മാറുക. രണ്ടാമത്തെ കാര്യം നബിയുമായ റസൂൽ പറയുന്നത്, എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ സത്യസന്ധമായി അതിനെ പൂർത്തീകരിക്കുക. ഇത് രണ്ടും നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് കിടക്കുന്നില്ല. മൂന്നാമത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്തെന്നറിയോ? പ്രവാചകരെ പ്രണയിക്കുന്നവരെ, പ്രവാചക പൊങ്കവരാൽ പ്രണയിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവര്, എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുക, അയൽക്കാരോട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കുക. നമ്മളോട് അയൽപ്പക്ക ബന്ധമുള്ള ഹൈന്ദവരുണ്ടാകാം, നമ്മളോട് അയൽപ്പക്ക ബന്ധമുള്ള ക്രൈസ്തവരുണ്ടാകാം, അയൽ മുസ്ലിമായാലും അമുസ്ലിമായാലും, ഏത് പ്രസ്ഥാനക്കാരനായാലും ഏത് സംഘടനക്കാരനായാലും അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുന്നവനാ മുത്തുനബിയെ പ്രണയിക്കുന്ന വിശ്വാസിയെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. വർഗീയതയുടെ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് വർഗീയ പരിപാലനങ്ങൾ ഇവിടെ സകല മാറിയ കളികൾ കളിക്കുമ്പോഴും നമ്മളോട് സഹവസിക്കുന്നതായ ഹൈന്ദവരോടുള്ള നല്ല ബന്ധത്തെ തകർത്തുകളയല്ലേ, ക്രൈസ്തവരോടുള്ള നല്ല ബന്ധത്തെ തകർത്തുകളയല്ലേ. കാരണം ആ ബന്ധമെന്ന് തകർന്നാൽ അതിലൂടെ നമ്മുടെ സ്നേഹബന്ധമൊന്നില്ലാതെയായി പോയാൽ ഇവിടെ വർഗീയതയുടെ അപ്പോസ്തലന്മാർക്ക് വിജയപ്പൊടി വായിക്കാൻ കഴിയുന്നതാ. അതുകൊണ്ട് വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട്, മുത്തുനബിയെ പ്രണയിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മുടെ അയൽവാസികളായ മനുഷ്യര്, നമ്മുടെ മഹല്ലിൽ താമസിക്കുന്നതായവർ, അത് മുസ്ലിമുകളായാലും മുസ്ലിമുകളായാലും അവരോട് നല്ല നിലയിൽ വർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. അത് മുത്തുനബിയെ പ്രണയിക്കുന്നവരുടെ ജീവിതത്തിന്റെ സന്ദേശമാ. നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട്, ഇന്ത്യ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്. അറിവോ ചരിത്രത്തിന്റെയും നിലകളിൽ നടത്തപ്പെട്ടിട്ടുള്ളതായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കത്. ഒരു കയ്യിൽ വിശുദ്ധ ഖുർആൻ എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മുസ്ലിമുകൾ നോക്കിയിട്ട് അതേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ട് മറുകയിൽ ഭഗവത്ഗീത പിടിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഹൈന്ദവരോടും സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭരണകൂട ഭീകരവാദത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഒറ്റയാണിയിൽ അണിനിരത്തിയിട്ട് കടന്നുപോയ നമ്മുടെ മുൻഗാമികളെ പഠിപ്പിച്ച സൗഹാർദ്ദത്തെ നമ്മൾ മറന്നു പോകല്ലേ. അറിവോ ഷഹീദ് അഷ്ഫഖുല്ല ഖാന്റെ ചരിത്രമറിയില്ലേ? പണ്ഡിറ്റ് രാം പ്രസാദിന്റെ ചരിത്രമറിയില്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയ ഇണപിരിയാത്ത 2 സുഹൃത്തുക്കളാ ഷഹീദ് അഷ്ഫഖുല്ല ഖാൻ എന്ന മുസൽമാൻ, പണ്ഡിറ്റ് രാം പ്രസാദ് എന്ന ഹൈന്ദവനും ഒരിക്കലും ഇണപിരിയാത്ത 2 കൂട്ടുകാരാ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയവരാ. ബ്രിട്ടീഷുകാർക്കുള്ള സമ്പത്തുമായി യുദ്ധവുമായി കൊണ്ട് ചീറുപ്പ എന്നതായ തീവണ്ടിയിലേക്ക് ആക്രമണം നടത്തി. ആ തീവണ്ടി പിടിച്ചെടുത്തുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 സുഹൃത്തുക്കള്, ഒരാളൊരു മുസ്ലിമും മറ്റൊരാൾ ഹിന്ദുവുമായിരുന്നു. 2 പേരെയും ജയിലിലടയ്ക്കപ്പെട്ടു. അഷ്ഫഖുല്ല ഖാനെ ഫൈസാബാദിന്റെ ജയിലിലടച്ചു, രാംപ്രസാദിനെ ഗോരഖ്പൂരിന്റെ ജയിലിലടച്ചു. അറിയുമോ, ഒരേ ദിവസം ഒരേ സമയം 2 ജയിലുകളിൽ വെച്ചവരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ തയ്യാറാകുമ്പോൾ ഷഹീദ് അഷ്ഫഖുല്ല ഖാൻ എന്ന മുസൽമാൻ കൊലക്കയറിന്റെ മുന്നിലേക്ക് വന്നിട്ട് ആ കൊലക്കയറിലേക്ക് മുത്തം കൊടുത്തിട്ട്, പടച്ചവനെ
എന്റെ കൂട്ടുകാരനായ ഹൈന്ദവനായ രാംപ്രസാദിനെയും കൂട്ടുചേർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു അല്ലാഹ്. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊലക്കയറിലേക്ക് നടന്നിടത്ത് ഷഹാദത്ത് വരിച്ച ശഹീദ് അഷ്ഫഖുല്ലാ ഖാൻ എന്ന മുസൽമാൻ അതേസമയം ഗോരഖ്പൂരിന്റെ ജയിലില് കൊലക്കയറിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്തേക്ക് നോക്കി ഒരു മുസ്ലിമായ അഷ്ഫഖുല്ല എന്നൊക്കെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, ഒരു ഹിന്ദുവായ രാംപ്രസാദിനെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. ഇന്ത്യ രാജ്യത്തെ സമാധാനത്തെ നിലനിർത്താൻ നൂറുകണക്കിന് അഷ്ഫഖുല്ലാ ഖാൻമാര് ജന്മമെടുക്കുന്നിവിടെ, നൂറുകണക്കിന് രാംപ്രസാദ്മാര് ജന്മമെടുക്കുന്നിവിടെ. ആ മാനവ സൗഹാർദ്ദത്തെ തല്ലിക്കെടുത്താൻ ഒരു ഭരണകൂട ഭീകരതയ്ക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് ഒരേ ദിവസം ഒരേ സമയം കൊലക്കയറിലേക്ക് നടന്നെടുത്ത് രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ നമ്മുടെ മുൻഗാമികളായ സ്വാതന്ത്ര്യ സമര സേനാനികള് അവര് മതം നോക്കാതെ, കുടുംബം നോക്കാതെ, വർഗം നോക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണെങ്കിലും ആ മതത്തുക്കളെ പോലെ മാനവ സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സർവലോക സംരക്ഷകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നമ്മുടെ സൗഹാർദ്ദത്തെ തല്ലി തകർക്കാൻ വേണ്ടിയിട്ടാണ് കുൽസദസമങ്ങൾ നടക്കുന്നത്. അവിടെ നമ്മൾ അറിയണം, മുൻഗാമികളായ സ്വാതന്ത്ര്യ സമര സേനാനികളും ഹിന്ദുവും മുസ്ലിമും ഒന്നോടൊന്ന് തോളോട് തോള് ചേർന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടെങ്കിൽ ആ സൗഹാർദ്ദം തകർക്കാനാണ് ഇവിടുത്തെ വർഗീയ പരിവാരങ്ങളുടെ ശ്രമം. അതുകൊണ്ട് അത് തകരരുത്. നാം ഐക്യപ്പെടണം. ഇനിയും ഇങ്ങനെയുള്ളതായ അക്രമങ്ങൾ ഇവിടെ നടക്കരുത്. ഇനിയും ഇപ്രകാരമുള്ള കൊലപാതകങ്ങൾ ഇവിടെ നടക്കരുത്. ഹിന്ദുവും മുസ്ലിമും ഒന്നാണ്, ഒരേ മനുഷ്യരാണ്, ഈ രാജ്യത്തിന്റെ സന്തതികളാണ് എന്ന് തെളിയിക്കാൻ ഐക്യത്തിലൂടെ വർഗീയതയുടെ വിഷജന്തുക്കൾക്കെതിരിൽ സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഐക്യത്തിന്റെ ശബ്ദമുയർത്തി പ്രതിരോധവും മറുപടിയും പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയണം. വക്കം അബ്ദുൽ ഖാദർ എന്ന മുസൽമാനും അനന്തൻ നായർ എന്ന ഹൈന്ദവനും ഒന്നു ചേർന്ന് പോരാട്ടം നടത്തി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു എങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ തമ്മിൽ തീർക്കാൻ പാടില്ല. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് സൗഹാർദ്ദം, മാനവ സൗഹാർദ്ദം വേണം. ഇവിടെ സൗഹാർദ്ദത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് നിയമപരമായ പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാം, പ്രതിഷേധങ്ങൾ നമുക്ക് നടത്താം. പക്ഷേ അത് രാജ്യത്തിന്റെ സൗഹാർദ്ദം തല്ലി തകർക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ അതിശക്തമായി നമുക്ക് പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു മോശമായ അവസ്ഥ ഇവിടെ നിർത്തുന്നതിന് വേണ്ടി, അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടം നടത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ പറയട്ടെ, ഇനിയെങ്കിലും ഇത്രയൊക്കെയായി എത്ര പള്ളികൾ ഇവിടെ തകർക്കപ്പെട്ടു, എത്ര മദ്രസകൾ തകർക്കപ്പെട്ടു, എത്ര പണ്ഡിതന്മാര് കൊല്ലപ്പെട്ടു, ശരീഅത്തിനെ പോലും നശിപ്പിക്കാൻ ശ്രമിച്ചു, പള്ളിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന ഇമാമിയങ്ങൾ പോലും കൊല ചെയ്യപ്പെട്ടു. ഇനിയെങ്കിലും മുസ്ലിം സമൂഹം ഈ തല്ലിത്തല്ലൊന്ന് അവസാനിപ്പിക്കാം. തൗഹീദും പറഞ്ഞ്, സുന്നത്തും പറഞ്ഞ്, ഗ്രൂപ്പും പറഞ്ഞ്, പാർട്ടിയും പറഞ്ഞ്, കാഫറും മുശ്രിക്കും മുബ്തദിയും ഖുബൂരിയും തീവ്രവാദിയും ഒക്കെ ആക്കി മതിയായില്ലേ? ഇനിയെങ്കിലും നമുക്കിത് അവസാനിപ്പിക്കണം. മുത്തു റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് കഴിയോ? നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുന്ന ദിവസം ഒരു വിശുദ്ധ റബീഉൽ അവ്വൽ 12-ന് അവിടുന്ന് രോഗിയാണ്. ദിവസങ്ങളോളം റസൂലുള്ള പള്ളിയിൽ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കതകു തുറന്നാ മദീനത്തെ പള്ളിയാ, വീടിന്റെ കതകു തുറന്ന് കാല് വെക്കുന്നത് പള്ളിയാ. ആ പള്ളിയിൽ പോയി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പോലും റസൂലിന് കഴിയുന്നില്ല. അത്രയ്ക്കും രോഗിയായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുക, അത്രയ്ക്കും രോഗിയായി. ഒരു റബീഉൽ അവ്വൽ 12 പള്ളിയിൽ സുബ്ഹി നിസ്കാരം നടക്കുക. റസൂലുള്ളാഹി തങ്ങൾ തന്റെ കിടക്കയിൽ പതുക്കെ എഴുന്നേറ്റിരുന്നു. വീടിന്റെ ജനാല പതിയെ തുറന്നു, മദീനത്തെ പള്ളിയിലേക്ക് നോക്കി. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമാണ്. സഹാബാക്കൾ അവിടുന്ന് പിന്നാലെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചു. ചിരി എന്ന് പറഞ്ഞ സാധാരണ ചിരിയല്ല. സഹാബാക്കൾ നിസ്കാരത്തിനിടയിൽ കാണുന്ന റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുന്നത്
സഹാബാക്കൾ പറയാ, അവിടുന്നിന്റെ ആ സന്തോഷം കൊണ്ടുള്ള ചിരി കണ്ടപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു പോയി, റസൂലുള്ളാന്റെ അസുഖമൊക്കെ മാറി, ഇൻഷാ അല്ലാഹ് ലോഹറിന് ഇമാമത്ത് നിൽക്കാൻ റസൂലുള്ള വരും എന്നുപോലും ഞങ്ങൾ ചിന്തിച്ചു പോയി. അത്രയും സന്തോഷത്തോടു കൂടിയുള്ള ചിരിയാ. എന്ത് കണ്ടിട്ടാ റസൂലുള്ള തിരിച്ചത്? മദീനത്തെ പള്ളിയുടെ വലിപ്പം കണ്ടിട്ടോ, അവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് കണ്ടിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടോ അല്ല. അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷം പകരുന്ന കാര്യം 23 വർഷങ്ങൾക്ക് മുമ്പ് നിസാര വിഷയങ്ങളുടെ പേരിൽ തമ്മിലടിച്ചിരുന്ന ഒരു സമുദായം, കൊല്ലും കൊലയും നടത്തിയിരുന്ന സമുദായം, സാഹോദര്യവും ഐക്യവും എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത സമുദായം, പടച്ചവനെ, കേവലം 23 വർഷത്തെ എന്റെ പ്രബോധനത്തിന്റെ ഫലമായി ഇന്നവർ ഒന്നു ചേർന്നു. ഒരു ഇമാമിന്റെ കീഴിൽ ഒന്നിച്ചൊരു സഫിൽ നിസ്കരിക്കുന്ന അവസ്ഥയെത്തെങ്കിൽ ആ സൗഹാർദ്ദം കണ്ട അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷം തോന്നിയത്. എന്നാൽ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ അവസ്ഥ, സംഘടനയും ഗ്രൂപ്പിസവും പറഞ്ഞ് തമ്മിലടിക്കുന്ന, പള്ളികൾക്ക് വേണ്ടി മത്സരിക്കുന്ന, മഹല്ല് പിടിച്ചെടുക്കാൻ, മദ്രസ പിടിച്ചെടുക്കാൻ, മസ്ജിദ് പിടിച്ചെടുക്കാൻ, മഹല്ല് പിടിച്ചെടുക്കാൻ, മഖ്ബറ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ മത്സരിക്കുന്ന ഉമ്മത്തിനെ കണ്ടാൽ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവര് തമ്മിൽ തല്ലുന്ന കണ്ടാൽ, കേസ് കാരണം പള്ളികൾ പൂട്ടപ്പെടുന്നത് കണ്ടാൽ, മദ്രസകൾ പൂട്ടപ്പെടുന്നത് കണ്ടാൽ, മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ ദുഃഖം ഉണ്ടാവോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് ഇനിയും നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല. ഞാൻ ചിന്തിച്ചു, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ പരിധി നോക്കി. പല പ്രസ്ഥാനങ്ങളും പല സംഘടനകളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുക. എന്നാൽ ഒരിടത്തു പോലും പടച്ചവനെ മുസ്ലിം സമൂഹത്തിന്റെ ഒന്നിച്ചു നിന്നിട്ടൊരാഹ്വാനം ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കുതിച്ചു പോയി. ഇനിയെങ്കിലും സംഘടനയുടെ നേതാക്കന്മാരൊക്കെ ഒന്നിച്ചൊരു പത്രസമ്മേളനം നടത്തുമെന്ന് ഞാൻ കുതിച്ചിരുന്നു. ഒന്നിച്ചൊരു പ്രസ്താവന വരുമെന്ന് കുതിച്ചു. പക്ഷേ ഇപ്പോഴും അത് കണ്ടില്ല. ഇപ്പോഴും നമ്മള് ശക്തി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ പാർട്ടി, നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം, അതൊക്കെ മാറണം. ഐക്യപ്പെടണം. നമ്മൾ റസൂലിന്റെ അനുയായികൾ എന്ന നിലയിൽ ഐക്യപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഹബീബായ റസൂലിനെ പ്രണയിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും ഒരു പ്രതിസന്ധിയല്ല. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ചരിത്ര പാരമ്പര്യമാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്കിൽ റസൂലുള്ളാഹി നമുക്കൊരു മുന്നറിയിപ്പ് നൽകി. അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ ഇവിടെ വരും, ദജ്ജാലിന്റെ ആളുകൾ ഇവിടെ വരും. അല്ലേ? ആരാ ദജ്ജാല്? കണ്ണെത്തുന്നിടത്ത് അവന്റെ കാലെത്തും. അത്രയ്ക്കും വലിയ പവറും സൗകര്യങ്ങളുമുള്ള ആളായിരിക്കും ദജ്ജാൽ. അത്രയ്ക്കും സൗകര്യം, അത്രയ്ക്ക് വേഗതയിൽ യാത്ര ചെയ്യാനും സംവിധാനങ്ങളുമുള്ള ആളായിരിക്കും ദജ്ജാൽ. എത്രത്തോളം എന്നാൽ പരസ്യമായ ഒരു മുസ്ലിമിനെ കിട്ടിയാൽ രണ്ടായിട്ട് കീറും, അതിനിടയിലൂടെ നടക്കും, എന്നിട്ടും ഒന്നു ചേർപ്പിക്കും. അത്രയ്ക്ക് മാന്ത്രിക വിദ്യകൾ കണക്കിലാക്കിയ അത്രത്തോളം ശക്തിയുള്ള ആളാണ് ദജ്ജാൽ. ആ ദജ്ജാലിന്റെ കാലഘട്ടം പോലും നിങ്ങൾ ഈമാനെ വെടിയരുതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ ആ ദജ്ജാലിനെ പോലും നേരിടാൻ സജ്ജമാകേണ്ടുന്ന ഈ സമുദായം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയോ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയോ ഇങ്ങനെ ഒരു ഭൂരിപക്ഷത്തെ ഒന്നും കണ്ട് പേടിക്കണ്ട. നമ്മളോടൊപ്പം ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉണ്ട്, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന്റെ സഹായമുണ്ട് എന്ന ഉറപ്പോടുകൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നാം സൗഹാർദ്ദം കൈവിടരുത്. സംഘടനകൾ തമ്മിൽ ഐക്യപ്പെടണം, പാർട്ടികൾ തമ്മിൽ ഐക്യപ്പെടണം, അതുപോലെ തന്നെ മുസ്ലിമും അമുസ്ലിമും തമ്മിൽ ഐക്യപ്പെടണം. ഐക്യത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങൾ തീർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചോൻ തമ്പുരാൻ നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ പല കാര്യങ്ങളും ദുആ വസിയത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഈ വിനീതന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എന്റെ ഉസ്താദന്മാർ, മാതാപിതാക്കൾ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധു മിത്രാദികൾക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എവിടെ ഏത് നാട്ടിലായാലും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാൻ, സംഘടനാ പക്ഷപാതിത്വമില്ലാതെ സത്യത്തിന്റെ പക്ഷം ചേരാൻ എല്ലായിടങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാവലും സഹായവും ആഫിയത്തും ലഭിക്കുവാനും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും, ദുആ ചെയ്യും. അവസാനം വരെയും എല്ലാവരും ഇരിക്കണം ഇൻഷാ അല്ലാഹ്. ഞാനും ഇവിടെ ഉണ്ടാകും. അവസാനം വരെയും എല്ലാവരും ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 2-ാം തീയതി ചെറുക്കള പള്ളിയിൽ അവിടെ 4-5 ദിവസം 1-ാം തീയതി മുതൽ 31 മുതൽ
6-ാം തീയതി വരെ കേരളക്കരയിലെ അനുഗ്രഹീതരായ പ്രഭാഷകന്മാരുടെ പ്രഭാഷണം നടക്കുന്നുണ്ട്. 2-ാം തീയതി ഇൻഷാ അല്ലാഹ് വിനീതന്റെ പ്രഭാഷണം ഉണ്ടാകും. ഫറോവമാർ തിരിച്ചെത്തുമ്പോൾ എന്ന കാലികമായി നാം അറിയേണ്ട വിഷയം ഇൻഷാ അല്ലാഹ് വിനീതൻ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്റെ സഹോദരങ്ങൾ സഹോദരിമാർ വരണം, ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് വേണ്ടി വിനീതമായി വീതി ഒഴിയുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.